ഉപ്പ് നമുക്ക് രുചിയുള്ളതും ശരീരത്തിന് ശത്രുവുമാണ്. ഉപ്പ് കൂടുതലായി കഴിക്കുമ്പോൾ രക്തക്കുഴലുകൾ ചെറിയതാകുന്നു. അത് ഹൃദയത്തിന് അധികഭാരം സൃഷ്ടിക്കുന്നു, അതിനാൽ രക്തസമ്മർദ്ദം ഉയരുന്നു. കിഡ്നി സ്ഥിരമായി ഈ അധിക സോഡിയം പുറത്താക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് തളരുകയും ഡാമേജ് സംഭവിക്കുകയും ചെയ്യും. ഇത് കിഡ്നി ഫെയിലിയർ വരെയുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് വിശേഷിപ്പിക്കാം. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഹൃദയം സ്ഥിരമായി ഓവർവർക്ക് ചെയ്യുന്നു. ഇത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവയ്ക്ക് വഴി തുറക്കുന്നു. ഉപ്പിന്റെ അമിതതയിൽ കാരണം മില്യൺസ് ഓഫ് ഡെത്ത്സ് ഇയർലി എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഉപ്പ് കൂടുതലായി കഴിച്ചാൽ കാൽസ്യം കളയപ്പെടുന്നു. ഇത് ഓസ്റ്റീപിറോസിസ് പോലുള്ള അസുഖങ്ങൾക്ക് വഴിയൊരുക്കും. അസ്ഥികൾ നന്നായി മുറിഞ്ഞുപോകുന്ന അവസ്ഥ. ഉപ്പ് കൂടിയാൽ കാൽസ്യം മൂത്രത്തിലൂടെ പുറത്തായി പോകും, അസ്ഥികൾ ദുർബലമാകുന്നു. ചില പഠനങ്ങൾ പ്രകാരം അധിക ഉപ്പ് ഗ്യാസ്ട്രിക് ലൈനിംഗ് നശിപ്പിച്ചു അൾസർ, കാൻസർ വരാൻ വഴിയൊരുക്കും. നിങ്ങളുടെ ഉപ്പ് കുറയ്ക്കാൻ എങ്ങനെ തുടങ്ങാം? പാചകത്തിൽ ഉപ്പ് കുറയ്ക്കുക. പിക്കിൾസ്, ചിപ്സ്, ബേക്കറി സ്നാക്സ്, പാക്കറ്റ് ഫുഡ്സ് എന്നിവ ഒഴിവാക്കുക. ഭക്ഷണത്തിനൊപ്പം ലെബൻ, പച്ചക്കറി, വെള്ളം എന്നിവ കൂടുതൽ ചേർക്കുക. ഉപ്പ് കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട്, ലോ സോഡിയം സാൾട്ട് ഉപയോഗിക്കുക. ദിവസം 5 ഗ്രാം ഉപ്പ് മതിയെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. പക്ഷേ അതിൽ ഇരട്ടിയോളം കഴിക്കുകയാണ് നമ്മൾ. ഉയർന്ന ബ്ലഡ് പ്രഷർ, ഹൃദയരോഗം, കിഡ്നി തകരാർ എല്ലാം ഇതിനെയാണ് പിറകിൽ. ഉപ്പ് രുചിയുള്ള ശാന്ത കൊലയാളി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.